നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് മാസം 3-ാം തീയതി ശനിയാഴ്ചയാണ്. ഈ മെയ് മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പതിവിന് വിപരീതമായി പറയുകയാണെങ്കിൽ 6 ഗ്രഹങ്ങളാണ് ഒരുമിച്ച് രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത്. അതും പലപ്പോഴായിട്ട് വരുന്ന 7-ാം തീയതി, 16-ാം തീയതി, അങ്ങനെ 6 ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിറഞ്ഞ ഒരു മാസമാണ് ഈ മെയ് മാസം. ഈ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങളൊക്കെയും എല്ലാ നക്ഷത്രക്കാരിലും ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് രാജയോഗ ഗുണാനുഭവങ്ങൾ നൽകുന്നുണ്ട് 5 നക്ഷത്രക്കാർക്ക്. അതിൻ്റെ ഫലമായി സാമ്പത്തിക മാറ്റങ്ങൾ ജീവിതത്തിൽ വരും എന്നതിൽ സംശയമേ വേണ്ട. കാരണം 5 ഗ്രഹങ്ങളാണ് പലപ്പോഴായി രാശിമാറ്റത്തിന് ഒരുങ്ങുന്നത്. പല മാറ്റങ്ങളും ഈ 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായി നിലനിൽക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശമനമുണ്ടാകുന്നതാണ്. എപ്പോഴും ആശുപത്രിവാസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്കായിരിക്കും ഇത് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാകുന്നത്. 6 ഗ്രഹങ്ങളാണ് രാശിമാറ്റം നടത്തുന്നത് ഈ മെയ് മാസത്തിൽ. അപ്പോൾ സാമ്പത്തികമായി വളരെ വലിയ ഒരു മാറ്റമെന്നല്ല, എങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന കടങ്ങളെയൊക്കെ ശമിപ്പിക്കാൻ തക്കവണ്ണമുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു സമയം തെളിച്ചപ്പെട്ടു, അല്ലെങ്കിൽ സമയം തെളിഞ്ഞു എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ 5 നക്ഷത്രക്കാർക്ക്. ഇനി തുടർന്നുള്ള മെയ് മാസം 7-ാം തീയതി, 16-ാം തീയതി ഒക്കെയും രാശിമാറ്റത്തിലൂടെ തന്നെ നമ്മൾ കടന്ന് പൂർത്തിയാക്കേണ്ടതാണ്. ഈ ഒരു മെയ് മാസത്തിൽ 6 ഗ്രഹങ്ങളാണ് ഒന്നിടവിട്ട് രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി നാളെ മെയ് 3-ാം തീയതി ശനിയാഴ്ച മുതൽ ഒരു മാറ്റം തുടങ്ങാൻ പോകുന്നു 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ. അപ്പോൾ മാറ്റമൊക്കെ വരുമെന്നത് ഒരു വശത്തിരിക്കെ, പ്രാർത്ഥന അനിവാര്യമായ ഒരു ഘടകം തന്നെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ പറയുന്ന 5 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. അത് ഇന്ന ക്ഷേത്രം എന്ന് പറയുന്നില്ല, തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാകട്ടെ അല്ലെങ്കിൽ കുടുംബ പരദേവതയാകട്ടെ ദർശനം നടത്തി നാളത്തെ ആ ഒരു അനുഗ്രഹം, നാളെ മുതൽ അത് നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള വഴി കൂടി നിങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന പോസിറ്റീവ് ഊർജ്ജം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ നാളത്തെ ദിവസം മുതലൊരു മാറ്റം നമ്മളിലേക്ക് എത്തണമെങ്കിൽ രാവിലെ ആകട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം ആകട്ടെ ഒരു ക്ഷേത്ര ദർശനം നടത്തി ആ ചൈതന്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതും ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ മാത്രമല്ല, തുടർന്നുള്ള എല്ലാ സമയങ്ങളിലും ദിവസം ഒരു നേരമെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഉത്തമം. അല്ലെങ്കിൽ മാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം, അതുകൂടാതെ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ദിവസം, ഒരു എക്സാമിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, ഒന്നും അല്ലെങ്കിൽ വീടിന് കാര്യങ്ങൾ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ തുടങ്ങുന്നു. അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായിട്ട് അടുത്തുള്ള ദേവീക്ഷേത്രം, അതായത് സ്ഥലദൈവം എന്ന് പറയും, അപ്പോൾ അവരെ കാണുക, ആവശ്യമുള്ള വഴിപാടുകൾ സമർപ്പിച്ച് അനുഗ്രഹം നേടാത്ത പക്ഷം ഇതൊക്കെ പാതി വഴിയിൽ മുടങ്ങിപ്പോകും എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യവുമാകും. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ ഒരു തെറ്റുണ്ടാകരുത്. അപ്പോൾ നാളെ മുതൽ നല്ല സമയം തുടങ്ങാൻ പോകുന്നു 5 നക്ഷത്രക്കാർക്ക്. ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ നാളത്തെ ദിവസം അടുത്തുള്ള സ്ഥലദൈവത്തെ, ഇപ്പോൾ ഗണപതിയാകാം, മുരുകനാകാം, സുബ്രഹ്മണ്യനാകാം, മഹാദേവനാകാം, അങ്ങനെ ഏത് അടുത്തുള്ള നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ആ ദേവീ ക്ഷേത്രമാകാം, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയാകാം, അങ്ങനെ ഏത് ദേവീ ദേവനാകട്ടെ ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോകേണ്ടതും ആ അനുഗ്രഹം പൂർണ്ണഭാവത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനും അത് സഹായിക്കും. അല്ലാത്ത പക്ഷം ഇതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ പോവുകയുള്ളൂ. അതുകൊണ്ട് നല്ല സമയമാണ്, ഗ്രഹമാറ്റമാണ് എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കരുത്. പ്രാർത്ഥന അനിവാര്യമാണ്. അത് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം. നിങ്ങൾക്ക് കേട്ട് ഒരുപാട് ആവർത്തി എന്ന് തോന്നിയാലും ഞാൻ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഭാഗ്യശാലികളായ 5 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നാളെ മെയ് മാസം 3-ാം തീയതിയാണ്. നാളത്തെ ദിവസം മുതൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഭരണിയാണ്. മെയ് മാസം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെയധികം മാറ്റത്തിന് തുടക്കമാകുന്ന സമയമാണ്. ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൂടി എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉയർച്ച ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട.
നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് ആവശ്യമായ പല വഴികളും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് നാളെ മുതൽ ആരംഭമാകാൻ പോവുകയാണ്. വ്യാഴം വളരെ ഉച്ചസ്ഥായിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത്രയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഏത് കാര്യത്തിന് പുറപ്പെടുന്നതിന് മുന്നേയായും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിഘ്നങ്ങൾ വരാതിരിക്കാൻ, വിഘ്നങ്ങൾ വരികയില്ല. ഇവിടെ വ്യാഴത്തിൻ്റെ പ്രീതി അല്ലെങ്കിൽ വ്യാഴം അനുകൂലമായതിനാൽ തന്നെ ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ആ മുടക്കം വരുന്ന അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ധനപരമായി നേട്ടമാണ്. കർമ്മമേഖലയും ഉയർച്ചയിലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉടൻ തന്നെ ഈ മാസം തന്നെ ജോലിക്കുള്ള കാര്യങ്ങളൊക്കെയും ശരിയാകുന്നതുമാണ്. മെയ് മാസം 3-ാം തീയതി മുതൽ അനുകൂലമായ മാറ്റം തുടങ്ങാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം രോഹിണിയാണ്. വളരെയധികം മാറ്റങ്ങൾ, അതായത് ഭഗവാന്റെ ഒരു മായാജാലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അനുകൂലമായ അവസ്ഥകൾ എത്തിച്ചേരാൻ പോവുകയാണ്. എല്ലാ വിധത്തിലും ഗുണകരമായ അല്ലെങ്കിൽ ശുഭകരമായ ഒരു സമയമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗ്രഹങ്ങളൊക്കെ അനുകൂലാവസ്ഥയിൽ വന്നതിനാൽ തന്നെ സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം ഉണ്ടാകുന്നതാണ്. വളരെയധികം മാറ്റങ്ങളുണ്ടാകും. അത് എല്ലാ തലത്തിലും, സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഒക്കെയും ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്, നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ക്ഷേത്ര ദർശനം അനിവാര്യം തന്നെയാണ്. ഒരു പൊളിച്ചടുക്ക് ഉണ്ടാകാൻ പോയി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിമറിച്ച് പുതിയൊരു എഴുത്ത് ഭഗവാൻ തന്നെ എഴുതാൻ പോകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരു മായാജാലം, ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ സംഭവിക്കാൻ പോവുകയാണ്. എല്ലാം ഇനി നല്ലതായി ഭവിക്കുന്നതുമാണ്. നാളെ മെയ് മാസം 3-ാം തീയതി ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം മകയിരമാണ്. സാമ്പത്തികമായി നേട്ടത്തിൻ്റെ സമയം തുടങ്ങുന്നു. ആരോഗ്യപരമായി നിലനിൽക്കുന്ന എല്ലാ ആശങ്കകളും ഒഴിയാൻ പോവുകയാണ്. നിസ്സാരമായി ഏത് കാര്യത്തിനെയും നിങ്ങൾക്ക് പുറപ്പെടാനൊക്കെ പറ്റും. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും മനസ്സിന് ഒരു ചിന്തയുണ്ട്, ജയിക്കുമോ അല്ലെങ്കിൽ അത് തോൽവിയാണോ, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ആകുലതകൾ മാറാൻ പോകുന്ന സമയമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. മാറ്റങ്ങൾ കൊണ്ടൊരു മാസം, അതായത് ഒരുപാട് മാറ്റങ്ങൾ. കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, എപ്പോഴും ഇതൊക്കെ കേൾക്കുന്നു, ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ ആ നാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മാറ്റം അല്ലെങ്കിൽ മാറ്റി പറയാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. കാരണം 6 ഗ്രഹങ്ങളുടെ രാശിമാറ്റം അത് ചില്ലറ നേട്ടങ്ങളൊന്നുമല്ല ജീവിതത്തിൽ കൊണ്ടുതരാൻ പോകുന്നത്. സന്തോഷകരമായി മാറുന്ന ഓരോരോ അവസ്ഥകളും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. മെയ് മാസം 3-ാം തീയതി മുതൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം കാർത്തികയാണ്. വളരെയധികം മാറ്റങ്ങൾ വന്നു ഭവിക്കുന്ന സമയം തന്നെയാണ് നാളെ മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. സാമ്പത്തികമായി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്, ഉന്നതി ഉണ്ടാകുന്നതാണ്. സമ്പത്ത് ഇരട്ടിയാകാൻ പോകുന്ന സമയമാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നതാണ്. സമാധാനം വന്നെത്തുന്നതാണ്. ഒരുപാട് നാളായി സമാധാനം ഇല്ലാതിരുന്ന അവസ്ഥയ്ക്ക് തന്നെയാണ് ഇവിടെ മാറ്റമുണ്ടാകാൻ പോകുന്നത്. നഷ്ടപ്പെട്ട സമാധാനം, ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ശാന്തത ഒക്കെ തിരികെ ലഭിക്കാൻ പോവുകയാണ്. ഒരു ധനമാർഗം തെളിഞ്ഞു കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ കർമ്മമേഖലാ നേട്ടം, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമ ജോലി ലബ്ധി കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ചിലവുകൾ കുറയുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. എല്ലാവിധ ഐശ്വര്യവും തേടിയെത്താൻ പോകുന്ന സമയത്തിനാണ് നാളെ മുതൽ തുടക്കമാകാൻ പോകുന്നത്. മെയ് മാസം 3-ാം തീയതി മുതൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ നാളെ മുതൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കാനുള്ള വിധിയാണ്. അതായത് വിവാഹം വൈകി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പാല് കാച്ചി, ഇതൊക്കെ മംഗളകരമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗൃഹത്തിൻ്റെ പുതുക്കി എന്തെങ്കിലും പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നാളെ മുതൽ ശുഭകരമായ സമയം തുടങ്ങുകയാണ്. സാമ്പത്തികമായി നേട്ടത്തിൻ്റെ സമയം തന്നെയാണ്. മാനസികമായി ഒരുപാട് വ്യതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിനു കൂടിയാണ് ഇവിടെ മാറ്റമുണ്ടാകാൻ പോകുന്നത്. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെ സമയമാണ്. പുതിയ ചില പ്രോജക്റ്റുകൾ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ
സമയമൊക്കെ പുതിയ എന്തെങ്കിലും തുടർ പഠനത്തിന് അല്ലെങ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെയൊക്കെ സമയം തന്നെയായിരിക്കും. അപ്പോൾ ഉത്തമമായ പഠനത്തിനുള്ളതും അതേപോലെ തന്നെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം കൂടി ഇപ്പോൾ തെളിയാൻ പോവുകയാണ്. ഈ ഒരു മെയ് മാസം വിദ്യാർത്ഥികൾക്ക്, മെയ് ജൂൺ മാസമൊക്കെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം മാറ്റമുണ്ടാകാൻ പോവുകയാണ്. അശ്വതി, കാർത്തിക തുടങ്ങിയ നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിദ്യയുമായി ബന്ധപ്പെട്ട് തുടർ പഠനത്തിനുള്ള ഭാഗ്യം കൂടി സിദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെയ് മാസത്തിൽ 6 ഗ്രഹങ്ങളുടെ രാശിമാറ്റം നടക്കുന്നുണ്ട്. തുടർന്നുള്ള ജൂൺ മാസത്തിലും അതേപോലെ വലിയ മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്ന സമയം കൂടിയാണ് ആരംഭമാകാനായി പോകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, വിദ്യാർത്ഥികൾ എന്തെങ്കിലുമൊക്കെ എക്സാമുകൾക്ക് പോകുന്നതിന് മുന്നേ, അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് ആ ഒരു സമയം, അതായത് നാളെ പോകാനിരിക്കെ ഇന്ന് തലേ ദിവസം തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്തി അനുഗ്രഹം വാങ്ങണം. അല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ പറഞ്ഞ് ആദ്യ ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ വന്ന് ആ നേർച്ച ചെയ്തേക്കാം എന്ന് അമ്മയോട് പറഞ്ഞ് അല്ലെങ്കിൽ ആ ദേവനോട് ദേവിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും വിജയമുണ്ടാകും. അതേപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പോകാൻ ശ്രമിക്കുക. പിന്നെ പോയി വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ പറഞ്ഞാലും അത് നിറവേറ്റാൻ മറന്നു പോകരുത്. തിരിച്ചൊരു ലീവിനൊക്കെ വരുന്ന സമയത്ത് ആദ്യം തന്നെ ആ ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തും. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ലീവിന് നാട്ടിൽ വന്ന് നമ്മുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ കാണാൻ പോകാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം, അടുത്തുള്ള സ്ഥലദൈവങ്ങളെയൊക്കെ കണ്ടതിന് ശേഷമേ തിരിച്ചു പോകാനും പാടുള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ഇതൊന്നും ആരും കൂടുതൽ ചെയ്യാറില്ല, ചെയ്യുന്നവരുമുണ്ട്. ചില സമയങ്ങൾ നമ്മളതൊക്കെ മറന്നു പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് അന്യനാട്ടിലൊക്കെ പോയിട്ട് നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ കാരണം തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കണം. ഏതൊരു മനുഷ്യനും വളരെയധികം ആഗ്രഹപ്പെട്ട് വളരെയധികം വ്യസനിച്ചാണ് ഒരു ജോലിയൊക്കെ നേടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമ്മളുടെ 100% നമ്മൾ കൊടുക്കണം. അതേപോലെ അതാണ് പറയുന്നത്, താൻ പാതി ദൈവം പാതി എന്ന്. നമ്മൾ ചെയ്യാനുള്ള നമ്മളും ചെയ്യണം, ബാക്കി ഭഗവാൻ ചെയ്തുകൊള്ളും. പക്ഷേ നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ഭഗവാൻ ആവശ്യമായ വഴിപാടുകൾ സമർപ്പിച്ച് അനുഗ്രഹം നേടിയെടുക്കണം. അത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലാതെ എത്രത്തോളം ഗ്രഹമാറ്റമാണ്, നല്ല സമയമാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ടും യാതൊരു കാര്യവുമില്ല. അപ്പോൾ നല്ല സമയം തുടങ്ങുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഇരട്ടി ഗുണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക. നന്ദി.